Hello everyone, welcome back to our channel Sibling Stories. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കറിയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു കറി വെള്ളരിക്കയും പരിപ്പും കൂടി ചേർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോയാലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായി ഒരു വെള്ളരിക്കയുടെ ഹാഫ് ഭാഗം, പിന്നെ ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്ന കനം കുറച്ചിട്ടല്ല, കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചുവന്ന പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പരിപ്പാണ് ഉള്ളത് അത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന പരിപ്പാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിട്ട് കൊടുക്കുക. ഇനി കുക്കറിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു കറി ലഞ്ചിൻ്റെ കൂടെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചോറിനാണ് കൂടുതലായും ഈ ഒരു കറി വീട്ടിലുണ്ടാക്കുന്നത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു തേങ്ങയുടെ അരഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 അല്ലി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അരയാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പരിപ്പും വെള്ളരിക്കയും കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളരിക്കയൊന്നും അധികം ഉടയാത്ത രീതിയിലാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു അരപ്പ് കൂടി നന്നായി അരച്ചെടുത്തതിന് ശേഷം, കണ്ടില്ലേ, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വരെ ഇതുപോലെ കറി ഒന്ന് തിക്കാവുന്നത് വരെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ കറി ഇവിടെ റെഡിയായി. പരിപ്പും വെള്ളരിക്കയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ കറി ഈ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിബ്ലിംഗ് സ്റ്റോറീസ്.